മലയാള സിനിമ 2026 ഇഷ്ടംപോലെ സിനിമകൾ റിലീസായി. പക്ഷേ വാണിജ്യപരമായി നിർമ്മാതാവിന് ലാഭം നേടിക്കൊടുത്ത 8 സിനിമകളേ ഉള്ളൂ എന്നുള്ളതാണ്. ജനുവരി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ജനുവരി ഈ വർഷം ആദ്യം 2 പടമേ ഉള്ളൂ ഹിറ്റ് സ്റ്റാറ്റസ് ഇടം നേടിയത്. ഒന്ന് ചത്തപ്പച്ചയും 2 പ്രകമ്പനുമാണ്. രണ്ടും ഹിറ്റ് സ്റ്റാറ്റസിൽ സൂപ്പർ മെഗാ ഹിറ്റ് ഒന്നും അതിൽ ഹിറ്റ് സ്റ്റാറ്റസ് മുടക്ക് മുതൽ നേടിക്കൊടുത്ത നിർമ്മാതാക്കൾക്ക് 2 പടമാണത്. ഫെബ്രുവരിയിൽ 1 പടങ്ങൾ പോലും ഇല്ല എന്നുള്ളതാണ്. മാർച്ചിൽ ആട് 3 അത്യാവശ്യം നല്ല കളക്ഷൻ, 100 കോടിക്ക് മുകളിൽ ജയസൂര്യയുടെ 100 കോടി നേടുന്ന ചിത്രം അത്യാവശ്യം നല്ല കളക്ഷൻ നേടി. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ കളക്ഷൻ നേടി. ഇനി ഏപ്രിലോട്ട് വരുന്നു കഴിഞ്ഞാൽ വാഴ കേരളത്തിലെ ഏറ്റവും ടോപ്പ് കളക്ഷൻ നേടിയ ചിത്രമായിട്ട് മാറി. വാഴ 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രമായി. അസാധാരണ വിജയം, കാരണം വളരെ ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും വലിയ വിജയം നേടുന്ന ചിത്രങ്ങൾ വളരെ വളരെ അപൂർവമാണ്. അത് വാഴ 3ക്ക് സ്വന്തമാണ്. മോഹിനിയാട്ടം ഞാൻ ഈ വർഷം കണ്ടിൽ ഏറ്റവും ബെസ്റ്റ് പടം എന്ന് എനിക്ക് തോന്നിയ സിനിമ. നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഭരതനാട്യത്തിൻ്റെ 2ാം ഭാഗം, സൈജു കുറുപ്പിൻ്റെ നിർമ്മാണവും അതുപോലെ സൈജു കുറുപ്പ് നായകനകത്ത് എല്ലാ താരങ്ങളും അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഹ്യൂമറൊക്കെ, ഡാർക്ക് ഹ്യൂമറൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തേക്കുന്ന സിനിമ. ഇനി മെയിലോട്ട് വരുമ്പം അതിരടി സൂപ്പർ ഹിറ്റാണ്. അതുപോലെ തന്നെ മെഗാ ഹിറ്റാണ്. ഈ വർഷത്തെ ഏറ്റവും വേൾഡ് വൈഡ് ഗ്രോസിൽ നമ്പർ 1 നിൽക്കുന്നത് ദൃശ്യം 3 ആണ്. പല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കളക്ഷനിൽ യാതൊരു പ്രശ്നം കണ്ടില്ല. കൃത്യമായിട്ട് അതിനെ മാർക്കറ്റ് ചെയ്തു. മോഹൻലാലിൻ്റെ ബ്രാൻഡ് ഇതെല്ലാം നിലനിർത്തുമ്പം മെഗാ ഹിറ്റിലേക്ക് നീങ്ങി കൃത്യമായിട്ട് ദൃശ്യം 3. ഇനി ജൂണിലോട്ട് വരുവാണെങ്കിൽ ബാലൻ 30 കോടി ക്രോസ് ചെയ്തു. പക്ഷെ ആ സിനിമ ഒരു 50 കോടിയോ 60 കോടിയോ നേടേണ്ട സിനിമയാണെന്ന് ഞാൻ കണ്ടപ്പോഴേ പറഞ്ഞതാണ്. കാരണം നല്ല സിനിമയാണ്. 100 കോടി നേടിയത് അതിശയമില്ല. കാരണം ഗംഭീര സിനിമയാണ്, നല്ലപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ചിദംബരത്തിൻ്റെ ബെസ്റ്റ് വർക്കുകളിലൊന്നാണ്. 2-3 സിനിമയാണെങ്കിൽ മഞ്ഞുമൽ ബോയ്സിനെക്കാട്ടും ഒരു ഇച്ചിരി നല്ലതാണ്. ചിലർക്ക് ചിലപ്പോൾ അത് വർക്കൗട്ടായി കാണത്തില്ലായിരിക്കാം, ചിലർക്ക് വർക്കായി. എന്തായാലും അത് ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം നേടിയിട്ടുണ്ട്. അതിന് മൊത്തത്തിൽ 8 ചിത്രങ്ങൾ മാത്രമേ 2026 ഇതുവരെ ഹിറ്റായിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് 6 മാസങ്ങളിൽ ഏതൊക്കെ ചിത്രങ്ങൾ ഹിറ്റാവും എന്ന് നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സിനിമ സ്ക്രീനിൽ വരുമെന്ന് മാത്രമേ നമുക്ക് ഫൈനൽ അറിയാൻ പറ്റൂ. നിങ്ങളുടെ കമൻസ് ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 6 മാസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണ്? ചിലപ്പം വിജയിച്ച ചിത്രങ്ങളായിരിക്കത്തില്ല, പരാജയപ്പെട്ട ചിത്രങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും. എന്തായാലും കമൻസിൽ രേഖപ്പെടുത്തുക.